മികച്ച വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചു. ക്രിക്കറ്റിൽ തരംഗമായിരിക്കുന്നത് അഭിഷേകാണ്. ഇന്ത്യൻ ജേഴ്സിയിലാകെ കൂടി 2 മാച്ച് മാത്രമേ അഭിഷേക് കളിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ സെഞ്ചുറി നേടി. ഇന്ന് ഇന്ത്യ സിംബാബ്വെക്കെതിരെ കളി ജയിച്ചപ്പോൾ ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സിംബാബ്വെ ശരിക്കും നാണം കെട്ടു. ആദ്യ T20 ജയിച്ചതുകൊണ്ട് അവർക്ക് അഹങ്കാരമായി. അതിനുള്ള പണി ഇന്ത്യ ഇന്നത്തെ T20യിൽ കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അഭിഷേക് ശരിക്കും മികച്ചൊരു ബാറ്റ്സ്മാനാണ്. അഭിഷേക് വേൾഡ് കപ്പിൽ ആവശ്യമായിരുന്നു. ഇതുപോലത്തെ ഒരു കളിക്കാരനെ ഏതൊരു ടീമായാലും ഭയപ്പെടും. ഓസീസ് നിരയിലെ ഹെഡിനേക്കാൾ മികച്ച കളിയാണ് അഭിഷേക് ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ ഭാവി സൂപ്രധാനമായിരിക്കും അഭിഷേക്. ആദ്യ കളി ഇന്ത്യ തോറ്റപ്പോൾ ഞങ്ങൾ അവരെ കളിയാക്കി. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ യുവതാരങ്ങൾ ശരിക്കും മികച്ചവരാണ്. ഈയൊരു ഇന്ത്യൻ ടീമിനെ ഭയപ്പെട്ടേ മതിയാവൂ. അഭിഷേക് രോഹിത് ശർമ്മയേക്കാൾ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. കളി ജയിച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ഓസീസ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ക്രിക്കറ്റ് ലോകം മൊത്തം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് അഭിഷേകിന്റെ സെഞ്ചുറിയാണ്. ആകെ കൂടി 2 മാച്ച് മാത്രമേ അഭിഷേക് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ താരം സെഞ്ചുറി നേടിയിരിക്കുകയാണ്. 234 റൺസാണ് ഇന്ത്യ ഇന്ന് അടിച്ചുകൂട്ടിയത്. ഇന്ത്യയുടെ യുവതാരങ്ങൾ ശരിക്കും കസറി. ഫിനിഷർ റോള് റിങ്കു സിംഗ് ഇന്ന് കൃത്യമായിട്ട് നിർവഹിച്ചു. അതുപോലെ ഋതുരാജും നന്നായി കളിച്ചു. സിംബാബ്വെ ഇത്രയ്ക്കും റൺസ് പ്രതീക്ഷിച്ചു കാണില്ല. അതുപോലത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഇന്ന് ഇന്ത്യ പുറത്തെടുത്തത്. അഭിഷേക് ഓപ്പണിംഗിൽ സെറ്റായിരിക്കുകയാണ്. രോഹിത് ശർമ്മ വിരമിച്ചതുകൊണ്ട് ഇന്ത്യക്ക് പുതിയൊരു T20 ഓപ്പണറെ ആവശ്യമാണ്. അഭിഷേക് കറക്റ്റ് സമയത്താണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി 3ാമത്തെ T20ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സഞ്ജുവും ജയ്സ്വാളും ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ പരമ്പരയിൽ 2 കൂട്ടരും 1-1 അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.